ഇനി നമുക്ക് കാണേണ്ടത് മോഹിനിയാട്ടമാണ്. അതെ, മോഹിനിയാട്ടം കണ്ടാലോ? മോഹിനിയാട്ടം അപ്പൊ നമുക്ക് കാണാനുണ്ട്. മോഹിനിയാട്ടം ഒരാൾ വരുന്നുണ്ടല്ലേ, പതുക്കെ പതുക്കെ മന്ദം മന്ദം നടന്നു വരുന്നു. വളരെ വേഗം വന്നോളൂ. പറയൂ മോളെ, ഏത് ക്ലാസ്സിലാണ്? ഞാൻ +2. +2. എന്താ പേര്? അഭിന. അഭിന. അഭിന ഏത് സ്കൂളാണ്, ഏത് സ്ഥലം? ഞാൻ വയനാട് സെന്റ് പേരെന്താ? മേരീസ് മുള്ളംകൊല്ലി. അഭിന. അഭിന. ഓക്കെ. ഏത് സ്കൂള്? സെന്റ് മേരീസ് HSS മുള്ളംകൊല്ലി. സെയിന്റ് മേരീസ് HSS മുള്ളംകൊല്ലി. മുള്ളംകൊല്ലി സെയിന്റ് മേരീസ് HSS വയനാട്. ഓക്കെ. ഞങ്ങളുടെ ഈ കലോത്സവത്തിൽ ഞങ്ങൾ വയനാടിനോടാണ് എല്ലാവരെക്കാളും കുറച്ച് കൂടുതൽ സ്നേഹം അല്ലേ? ഈ നാട് കലോത്സവത്തിൽ മാത്രമല്ല കേട്ടോ, അല്ലാതെ തന്നെയും ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത് വയനാടിനോടാണ്. വയനാടെന്ന് കേൾക്കുമ്പോഴേ ഞങ്ങൾക്കൊരു പ്രത്യേക വികാരം ഇപ്പൊ അല്ലേ, അറിയാം അല്ലേ? മോഹിനിയാട്ട മത്സരം കഴിഞ്ഞോ? കഴിഞ്ഞു. റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നില്ല, നടന്നുകൊണ്ടിരിക്കുക. മോഹിനിയാട്ടം മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗം മോഹിനിയാട്ടം. ഓക്കെ. അപ്പൊ കൂടുതൽ കഥ പറയുന്നതിനേക്കാൾ കൂടുതൽ പെർഫോമൻസിനാണെന്ന് തോന്നുന്നു അല്ലേ? ശരി, ഓക്കെ. അതെ, നമുക്ക് മാറാം. ജഗത് ശങ്കരാ നീല നീരജ കന്ധരാ ജഗത് ശങ്കരാ നീല നീരജ കന്ധരാ ജഗത് ശങ്കരാ നീട്ടിലോചന നിന്തിരുജടയിൽ കുടികൊള്ളുവതു മമ സുകൃതമെങ്കിലും നീട്ടിലോചന നിന്തിരുജടയിൽ കുടികൊള്ളുവതു മമ സുകൃതമെങ്കിലും നീട്ടിലോചന നിന്തിരുജടയിൽ കൂട്ടിക്കൊള്ളുവതു 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 മമ സുകൃതമെങ്കിലും. കഴിഞ്ഞു. ഞാനുണ്ട്, കഴിഞ്ഞു. നമ്മളിങ്ങനെ ഞങ്ങള് ലയിച്ചിരുന്നു പോയി. അതെ, ലയിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോ ഇനി എന്താണ്, നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്, നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കട്ടെ. ഉണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം? നന്നായിരുന്നു. ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണാൻ പോകാനുള്ള അവസരം കിട്ടുന്നില്ല എന്നറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ട്, പ്രോഗ്രാംസ് ഒക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള പ്രതിഭകളുടെ പ്രത്യേകിച്ച് എന്താ ഒരു കാര്യം എന്നറിയോ, നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമാണ്, ഭയങ്കര വിഷമം. കാലം കഴിഞ്ഞു പോയല്ലോ എന്നുള്ള സങ്കടം. അത് മാത്രമല്ല, ആ കാലത്തൊന്നും ഇങ്ങനെയൊന്നും പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്നല്ല, നല്ല മടിയായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് ഈ ഒറ്റ ഒരാൾ അങ്ങനെ പെർഫോമൻസിനൊന്നും സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള വിഷമമൊക്കെ നിങ്ങളെ കാണുമ്പോൾ ചെറിയ അസൂയൊക്കെ തോന്നുന്നുണ്ടെന്ന്. മാറിയില്ലേ? സങ്കടം മാറിയില്ലേ? അവിടെ സ്റ്റേജിൽ പോയി കാണാൻ പറ്റാത്തതിന്റെ സങ്കടവും നമ്മൾ ഇങ്ങനെ തീർക്കാണ്. നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത് പ്രേക്ഷകരെ കൂടെ കാണിച്ച് അവർക്ക് കാണാൻ പറ്റാത്തവർക്കൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാണ് അല്ലേ? ഉറപ്പായിട്ടും.